ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസും ബിജെപിയും. മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസും എസ്പിയും സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. ലഖ്നൌവിൽ അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂർ കൂടിക്കാഴ്ച നീണ്ടു. തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ രംഗത്തിറക്കാനാണ് ബിജെപിയുടെ നീക്കം. തെരഞ്ഞെടുപ്പ് ചുമതല പുതുമുഖങ്ങളെ ഏൽപ്പിക്കും. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഇപ്പോൾ യു പിയിലെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. അവിടെ സങ്കീർണമായ ചില കാര്യങ്ങൾ ബിജെപിയുമായി ബന്ധപ്പെട്ടുണ്ട്. അയോധ്യ സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും സീറ്റ് വിഭജനം കഴിഞ്ഞ തവണത്തിൽ നിന്നും കുറച്ചുകൂടി സ്മൂത്തായി നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? ബിജെപി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്താണ് ബിജെപിയുടെ അജണ്ട? സ്മൃതി, അടുത്ത വർഷമാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കോൺഗ്രസും സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ് യു പിയിൽ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതിന് പിന്നാലെ യു പിയിൽ ഒട്ടും അനുകൂലമല്ല ബിജെപിക്ക് സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രമുള്ള വലിയ തിരിച്ചടിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജൻസി പ്രക്ഷോഭങ്ങളുണ്ട്, ദളിത് മുന്നേറ്റങ്ങളുണ്ട്, കർഷക പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിൽ എല്ലാം കൊണ്ടും ബിജെപിക്ക് അല്പം മോശം സമയമാണ്. അതിനിടെയാണ് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസും ബിജെപിയും സമാജ്വാദി പാർട്ടിയെ കടക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രമോദ് തിവാരി, മുതിർന്ന കോൺഗ്രസ് നേതാവും ഉത്തർപ്രദേശിലുള്ള രാജ്യസഭാ അംഗവുമാണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവും തമ്മിൽ ലക്നൌവിൽ 1 മണിക്കൂറധികം അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രമോദ് തിവാരിയുടെ മകൾ ആരാധന മിശ്രയും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിൽ സീറ്റ് വിഭജന ധാരണയിലേക്ക് പോകുന്നതിന് മുൻപാണ്, പ്രത്യേകിച്ച് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ തന്നെ അഖിലേഷ് യാദവിന്റെ ഭാഗത്തുനിന്ന് സമാജ്വാദി പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുടെ ഒരു സർവേ അദ്ദേഹം നടത്തിയിരുന്നു. മറ്റു പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖല തിരിച്ചുള്ള സർവേകളൊക്കെ എന്താണെങ്കിലും സമാജ്വാദി പാർട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സീറ്റ് വിഭജനം എന്താണ് യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി അറിയുകയും ചെയ്തതാണ്. സീറ്റ് വിഭജനത്തിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുമുള്ള കല്ലുകടി ഇല്ലാതെ സ്മൂത്തായി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കണം എന്നാണ് കോൺഗ്രസിന്റെയും ഒപ്പം സമാജ്വാദി പാർട്ടിയുടെയും തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രമോദ് തിവാരി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദേശീയ തലത്തിൽ കൂടുതൽ സജീവമാകും എന്ന് അറിയാൻ കഴിയുന്നു. അതേസമയം ബിജെപിയും കൃത്യമായി തന്നെ തന്ത്രങ്ങൾ മെനയുകയാണ്. പുതുമുഖങ്ങളെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിക്കൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ബിജെപി ഒരുങ്ങുന്നത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ അധ്യക്ഷതയിൽ പുതിയ 8 ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്നലെ ദില്ലിയിൽ ചേർന്നിരുന്നു. പുതുമുഖങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പട്ടിക തന്നെ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് കൂടി പുതുമുഖങ്ങളെ ഇറക്കിക്കൊണ്ടൊരു നീക്കമാണ് ബിജെപി നടത്തുന്നത്. പക്ഷേ ബിജെപിക്ക് കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ലെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പിടിവള്ളിയും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ പൂർത്തിയാക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളും അവസാനവട്ട ചർച്ചകളുടെ ഭാഗമാവുകയും ചെയ്യും. സ്മൃതി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.